ആയതുകൊണ്ട് തന്നെ വിൻഷായിട്ട് രാവിലെ തന്നെ പ്രാക്ടീസിന് പോയിണ്ടായിരുന്നു കേട്ടോ ക്രിക്കറ്റിന്റെ. അങ്ങനെ അത് കഴിഞ്ഞ് വന്നിട്ട് ഇതേ വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഡ്രസ്സിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പേർക്ക് ഇത് ഓപ്പൺ ആവുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. എന്താന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, പക്ഷെ കുറെ പേർക്ക് ഓപ്പൺ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലും കൂടി ഞാൻ ലിങ്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇതേ വീഡിയോ എടുക്കാറുണ്ട്. ആ സമയത്താണ് തേജ് വന്നിട്ട് എന്റെ മുമ്പിൽ നീ കോപ്പറേറ്റിംഗ് കാട്ടുന്നത്. അതായത് ഞാൻ കാട്ടുന്നതൊക്കെ അവൻ റിപ്പീറ്റ് ചെയ്ത് കാട്ടുകേട്ടാ. കുട്ടി എനിക്ക് വന്നിട്ടുള്ളൂ നല്ല മൂടാണ് കേട്ടോ. കാരണം ഇന്ന് ക്ലാസ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇത്രയും ഹാപ്പി ആയിട്ട് നിൽക്കണത്. അപ്പൊ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഉപ്മാവ് ഞാൻ ഓൾറെഡി ആക്കിയിട്ടാണ് കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായയുടെ ഏകദേശം റെഡി ആയതിനു ശേഷം അച്ഛനും മോനും കൂടി ഇരുന്നിട്ട് നമ്മുടെ പ്രസാദങ്ങളില്ലേ, മലയ്ക്ക് പോയി വന്നതിന്റെ പ്രസാദങ്ങളൊക്കെ ഇതെല്ലാതും പാക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്തുള്ള വീടുകളില്ലേ അവിടെയൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് നോക്കണത്. അങ്ങനെ അതൊക്കെ കൊണ്ടു കൊടുത്തതിന് ശേഷം നമ്മളിത് ചിക്കൻ വാങ്ങിക്കൊടുന്നിട്ട് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വീട്ടിൽ ഇതുവരെ നോൺ കയറ്റി ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഇന്ന് അങ്ങോട്ട് കയറ്റുകയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കഴുകി വാരാൻ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചായ കുടിക്കാറുന്നത്. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം ഞാൻ ഇതേ ചിക്കനിൽ പകുതിയോളം മസാല പരട്ടി വെക്കുന്നുണ്ട്. പിന്നെ വിൻഷായിട്ട് ഇതെല്ലാതും അരിഞ്ഞ് തരുന്നുണ്ട് കേട്ടോ. സബോള, വെളുത്തുള്ളി അതൊക്കെ ഇത് അരിഞ്ഞ് സെറ്റാക്കി തരുന്നുണ്ട്. തേജ് പിന്നെ കഴുകിയ പാത്രങ്ങൾ തന്നെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനത് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി കുത്തിച്ചതച്ച് നന്നായി വയറ്റി അതിലേക്ക് സബോളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി വയറ്റി എടുക്കൂട്ടോ. പിന്നെ ഞാൻ തക്കാളി ഇവിടെ 4 എടുത്തേക്കണത്. 4 ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് ഒഴിക്കാട്ടോ ചെയ്യുക. ഇതിന്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോ ആയിട്ടും ഒരുപാട് തവണ ഇതുപോലെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയൊക്കെ മല്ലിപ്പൊടിയും 1.5 സ്പൂണോളാണ് ഇട്ടിരിക്കുന്നത്. മഞ്ഞപ്പൊടി, ചിക്കൻ മസാല ഒക്കെ പകുതി ഇടാട്ടോ ചെയ്തത്. ബാക്കി പകുതി ഞാൻ നമ്മുടെ ചിക്കൻ പരട്ടി വെക്കില്ലേ അതിലാട്ട പരട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ തേജുവിന് നെയ്ച്ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നെയ്ച്ചോറ് അവൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്കുള്ള സബോള വറുത്തെടുക്കാട്ടോ ചെയ്യണത്. കുറച്ച് പഞ്ചസാര ഇട്ടുണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഉള്ള ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ നെയ്ച്ചോറ് വെക്കണത്. കാരണം അതിന്റെ പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചോറാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ അവന് മാത്രമുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഒരു 3/4 കപ്പോളം അരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് അപ്പുറത്ത് ഞാൻ ചിക്കൻ റെഡിയാക്കുന്നുണ്ട്. നെയ്ച്ചോറിന്റെ കുറച്ച് ഇളക്കലും പരിപാടികളൊക്കെ വിൻഷായിട്ട് അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് വറുത്തെടുത്തിട്ടാണ് ഞാൻ അരി വെക്കണത്. അതിൽ വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് അത് മൂടി വെക്കും കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, മസാലയൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കനിൽ ഇത് കഴുകി കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ട് വെള്ളം അങ്ങനെ കൂർന്ന് വരില്ലേ, അങ്ങനെയായിട്ട് ചെയ്യണത്. നെയ്ച്ചോറിന്റെ അരിയിൽ ഇതേ ഒരു നാരങ്ങനീരായിട്ട് ഒഴിച്ചേക്കുന്നത്. അതായത് നമ്മുടെ അരിയൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങനീര് ഒഴിക്കണത്. പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ ഉള്ളത് ഇതേ വേഗം കഴുകി വെച്ചു. പിന്നെ വീണ്ടും നമ്മുടെ ചിക്കൻ ചെന്ന് നോക്കണം, അടി പിടിക്കരുതല്ലോ. അതുകൊണ്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കി കൊടുത്ത് അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് മൂടി വെക്കാട്ടോ ചെയ്യണത്. അങ്ങനെ അതൊക്കെ ആവണ നേരം കൊണ്ട് കുറച്ചു നേരം നാട്ടുവിശേഷം വീട്ടുവിശേഷം ഒക്കെ പറയാലോ എന്ന് വിചാരിച്ചിട്ട് വിൻഷാന്റെ അടുത്ത് പോയിരുന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മറിച്ചുകൊണ്ടിരിക്കട്ടാ. ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറി ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചോറുണ്ടേണ്ട നേരം കൂടി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉച്ചയൂണ് കുശാലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.